യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മെ ബുദ്ധി ഉപദേശിച്ചു വഴി നടത്തുന്നു. ആരും നമുക്ക് ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യമില്ല. അഭിഷേകം നമ്മെ ബുദ്ധി ഉപദേശിക്കും. നാം പ്രാപിച്ച പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാനും കൈയടിക്കാനും മാത്രമുള്ളതല്ല. ഇത് നമ്മെ ബുദ്ധി ഉപദേശിച്ചു വഴി നടത്തുന്നതാ. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. പോയതിനു ശേഷം സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ വന്ന ശേഷമോ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോഴോ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പോകേണ്ടുന്ന പാത അവൻ കാണിച്ചു തരും. അതുകൊണ്ടാ പറഞ്ഞത്, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. നമുക്ക് വാഗ്ദത്തത്തിന് അച്ചാരമായി തന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തന്നത് നമ്മുടെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ തന്നത് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് സഭായോഗം കൂടി അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന കൂടി പിരിയുവാനല്ല. നിത്യതയിൽ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മെ മധ്യാകാശത്തിൽ കൊണ്ട് എത്തിക്കുന്നതും ഈ പരിശുദ്ധാത്മാവാ. കർത്താവ് പറഞ്ഞു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി എന്നിലും നിന്നിലും നമ്മുടെ മർത്യ കൂടാരങ്ങളെ ആമേൻ ജീവിപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. മരണത്തിന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കല്ലറയിൽ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തിയെ നമ്മിൽ വ്യാപരിക്കുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തും. അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അന്ന് ജീവനോടെ ഈ ഭൂമിയിലുള്ള നാം രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ ജീവനോടെ ഈ ഭൂമിയിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തി എത്തിക്കേണ്ട ഇടത്ത് നമ്മെ എത്തിക്കും. കാരണം സത്യത്തിന്റെ ആത്മാവെന്നും കൃപയുടെ ആത്മാവെന്ന് എല്ലാം പരിശുദ്ധാത്മാവിനെ പറയുന്നു. നമ്മുടെ ബലഹീനതയിൽ തുണ നിൽപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ കർത്താവ്. വചനം പറയുന്നത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. ആ യേശുവിന് നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവനല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഞാൻ പോയ ശേഷമോ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്കായി അയച്ചു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുവാൻ മാത്രമല്ല, സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുവാനും കൂടെ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത്.